हिंदी 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 भारत माँ की बिंदी। हिंदी 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 भारत माँ की बिंदी। प्यारे बच्चों, अगला पाठ टूटा पहिया नामक एक कविता है। टूटा पहिया नामक एक कविता है। टूटा पहिया कविता धर्मवीर ഭാരതി की है. ടൂട്ടാ पहिया कविता എഴുതിയത് धर्मवीर ഭാരതിയാണ്. टूटा पहिया कविता किसने लिखा? धर्मवीर ഭാരതി. टूटा पहिया, टूटा का अर्थ ഊരിപ്പോയ, ഊരിയ അല്ലെങ്കിൽ പൊട്ടിയ. टूटा का अर्थ क्या है? ഊരിയ അല്ലെങ്കിൽ പൊട്ടിയ. पहिയ चक्रम, पहिया का अर्थ क्या है? चक्रम. और टूटा पहिया का अर्थ क्या है? टूटा पहिया का अर्थ ഊരിപ്പോയ ചക്രം. ഇപ്പോൾ ടൂട്ടാ पहिയ എന്ന ഈ കവിതയിൽ കവി ആത്മകഥാ ശൈലിയിൽ പൊട്ടിയ ചക്രം, അതായത് അതിൻ്റെ മഹത്വം വിവരിക്കുകയാണ്. തകർന്ന രഥചക്രം ഉപയോഗശൂന്യമായ ഒരു വസ്തുവാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ പൊട്ടിയ രഥചക്രവും ഉപയോഗമുള്ളതായി ഭവിക്കും. അതുകൊണ്ട് തന്നെ വലിച്ചെറിയരുത് എന്ന് കവി അപേക്ഷിക്കുകയാണ് ഈ കവിതയിൽ. അതായത് മഹാഭാരത യുദ്ധത്തിൽ അനേകം വീരന്മാർ അധർമ്മത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്തു. അർജുനപുത്രനായ അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് ഈ മഹാരഥന്മാരോട് പൊരുതി മരിച്ചു. ഈ മഹാരഥന്മാർ അധർമ്മപക്ഷത്താണ് നിൽക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ യുദ്ധം ചെയ്തു. ആയുധം നഷ്ടപ്പെട്ട ബാലനെ അവർ ചവിട്ടി മെതിച്ചു. അപ്പോഴും അവൻ തല കുനിക്കാതെ പൊട്ടിയ രഥചക്രം ഉപയോഗിച്ച് അവസാന ശ്വാസം വരെ പൊരുതി. ഇതാണ് ഈ കവിതയിലെ ചെറിയൊരു ആശയം. ഇനി നമുക്ക് ടൂട്ടാ पहिയ കവിതയെക്കുറിച്ച് പഠിക്കാം. പ്രശ്നം നോക്കുക. മെയും रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. ശ്രദ്ധിക്കുക. മെയും രഥ കാ ടൂട്ടാ ഹുവാ पहिया हूँ. മെയും യഹാം മെയും എന്ന് പറയുന്നത്, ഇവിടെ മെയും എന്ന് പറയുന്നത്, അതായത് മെയിം കാ പ്രയോഗ കിസ്കെ ലിയെ കിയാ ഗയാ ഹെ. ഇവിടെ മെയും എന്നത് എന്തിനെയാണ് അല്ലെങ്കിൽ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ മെയും എന്ന് പറയുന്നത് ഉപേക്ഷിത് മാനവ്. മെയും എന്ന് പറയുന്നത് ഉപേക്ഷിത് മാനവ് അല്ലെങ്കിൽ ലഘുമാനവ്. ഉപേക്ഷിത് മാനവ് അല്ലെങ്കിൽ ലഘുമാനവ്. അപ്പോൾ യഹാം കാ ഉപേക്ഷിത് മാനവ് യാ ലഘുമാനവ് കോൻ ഹോഗ? ആരായിരിക്കും? അഭിമന്യു. ആരായിരിക്കും? അഭിമന്യു. അപ്പോൾ यहाँ मेम का प्रयोग किसके लिए किया गया है? यहाँ मेम का प्रयोग उपेक्षित मानव या लघु मानव के लिए प्रयोग किया है. मेम रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत,
ക്യാ ജാനേ കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹ് മേം ലേക്കിൻ മുझे ഫേങ്കോ മത്. ഇവിടെ പറയുന്നത് മെയിം രതുക്കാ ടൂട്ടാ ഹുവാ പഹിയാഹും, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे ഫേങ്കോ മത്, എന്നാൽ എന്നെ വലിച്ച് എറിയരുത്. അപ്പൊ പൊട്ടിയ ചക്രം ആയതുകൊണ്ട്, അതായത് നിസ്സാരനാണെന്ന് കരുതി, പൊട്ടിയ ചക്രം നിസ്സാരനാണെന്ന് കരുതി വലിച്ചെറിയരുത് എന്നിവിടെ പ്രത്യേകം ഈ കവിതയിൽ പറയുകയാണ്. ക്യാ ജാനേ കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹ് മേം, ക്യാ ജാനേ ഇസ് ദുരൂഹ് ചക്രവ്യൂഹ് മേം, ക്യാ ജാനേ എന്തറിയാം, കബ് ഇസ് ദുരൂഹ് ചക്ര എപ്പോഴാണ് ഈ ദുരൂഹമായ ഈ ചക്രവ്യൂഹത്തിന്റെ അകത്ത് അച്ചൗഗുണി സേനാവോങ്കോ ചുനൗത്തി ദേത്താ ഹുവ. അച്ചൗഗുണി സേന, അതായത് ചതുരംഗിണി സേന, ഈ സേനകളെ ചുനൗത്തി ദേത്താ ഹുവ വെല്ലുവിളിച്ചുകൊണ്ട്, ചുനൗത്തി ദേന വെല്ല് വിളിക്കുക. അപ്പൊ എന്താണ് ഈ അശ്വഗുണി സേന എന്ന് പറയുന്നത്? അശ്വഗുണി സേന എന്ന് പറയുന്നത് കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, പിന്നെ രഥ്, ഇങ്ങനെ തുടങ്ങിയ പടകളുടെ ഒരു വൻ സമൂഹമാണ്, ഒരു സമ്പൂർണ്ണ ചതുരംഗിണി സേനയാണ് ഇവിടെ അശ്വഗുണി സേന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അശ്വഗുണി സേന? ഇതിൽ കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, പിന്നെ രഥ്, പൈതൽ, ഘോഡെ, രഥ്, ഹാത്തി. പൈതൽ, ഘോഡെ, രഥ്, ഹാത്തി, ഇവയെല്ലാം ചേർന്നുള്ള ഒരു വലിയ ഒരു സൈന്യത്തിന്റെ സമൂഹത്തിനെയാണ് ഇവിടെ അശ്വഗുണി സേന എന്ന് പറയുന്നത്. അപ്പൊ ഈ അശ്വഗുണി സേനാവുമ്പോ ചുനൗത്തി ദേത്താകുക, അപ്പൊ ഒരു വലിയ സമൂഹത്തിന്റെ ഒരു വലിയ ഒരു സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊയ് ദുസ്സാഹസി അഭിമന്യു ആക്കർ കിർജായെ, ദുസ്സാഹസിയായ അഭിമന്യു. അപ്പോൾ ഇവിടെ ദുസ്സാഹസി എന്ന് പറയുന്നത് അഭിമന്യു സമസ്യാക്കോ അച്ചി തരഹ് ന സമച്ചുക്കർ സാഹസി ബൻ ജാത്താ ഹെ. അത് ദുസ്സാഹസി എന്ന് അഭിമന്യു പറയാൻ കാരണം, അഭിമന്യു സമസ്യാക്കോ അച്ചി തരഹ് ന സമച്ചുക്കർ, അഭിമന്യു പ്രശ്നങ്ങളെ നല്ലപോലെ മനസ്സിലാക്കാതെ സാഹസി ബൻ ജാത്തക്, അവൻ സ്വയം സാഹസി ധൈര്യവാനായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇവിടെ അഭിമന്യുവിനെ ദുസ്സാഹസി എന്ന് പറയുന്നത്. ഇപ്പൊ കൊയ് ദുസ്സാഹസി അഭിമന്യു ആക്കർ, ദുസ്സാഹസിയായ അഭിമന്യു വന്ന് കിർജായെ, ഈ ചക്രവ്യൂഹത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ അഭിമന്യു കിസ്ക പ്രതീക്, അഭിമന്യു ആണെങ്കിൽ എന്തിന്റെ പ്രതീകമാണ്? അഭിമന്യു അധർമ്മക്ക വിരോധിഹെ, അനീതിയെ എതിർക്കുന്നവനാണ് അഭിമന്യു. അപ്പൊ അഭിമന്യു കിസ്ക പ്രതീക്? അഭിമന്യു അധർമ്മക്ക വിരോധിഹെ. ഇപ്പൊ ദുസ്സാഹസി, അപ്പൊ अभिमन्यु को क्यों दुस्साहसी कहा गया है? अभिमन्यु को क्यों दुस्साहसी कहा गया है? अभिमन्यु समस्या को अच्छी तरह न समझकर साहसी बन जाता है. अभिमन्यु समस्या को अच्छी तरह न समझकर साहसी बन जाता है, इसलिए अभिमन्यु को दुस्साहसी कहा गया है. अश्वगुणी सेनाओं को चुनौती देता हुआ कोई दुस्साहस्य अभिमन्यु कर कर जाए, अपने पक्ष को असत्य जानते हुए भी. ഇപ്പോൾ തൻ്റെ പക്ഷത്ത് അസത്യമാണ്, അനീതിയാണ്, അന്യായമായിട്ട് അറിഞ്ഞിട്ട് പോലും ബെഡേ ബെഡേ മഹാരഥി, വലിയ വലിയ വൻ മഹാരഥി, ആയുധധാരികള്, മഹാരഥി എന്ന് പറഞ്ഞാല് ആയുധധാരികള്, അകേലി നിഹത്തിയ ആവാസ്കോ, അകേല് ഒറ്റപ്പെട്ട, നിഹത്തി ആയുധമില്ലാത്ത, ആവാസ്കോ അതായത് ഈ അഭിമന്യുവിനെ അപ്പിനെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹെ, തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് കുജൽ ദേന ചവിട്ടി മതിക്കുവാൻ, അത് കൊന്നൊടുക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. അപ്പൊ അകേലി നിഹത്തി ആവാസ്, നിഹത്തി എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്ത. അപ്പൊ ഇവിടെ അകേലി നിഹത്തി ആവാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? നമ്മുടെ അഭിമന്യു. അപ്പോൾ ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥികൾ, മഹാരഥിക്കാർത്ത് ആയുധധാരികൾ, വലിയ വലിയ ആയുധധാരികൾ, ആയുധം കയ്യിലില്ലാത്ത ഈ പാവം നിഷ്കളങ്കനായ കൊച്ചുകുട്ടിയെ, അതായത് അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹൻ, തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങൾ ഉപയോഗിച്ച്
കുജൽ ദേന കൊന്നൊടുക്കുവാൻ അവർ ആഗ്രഹിച്ചു. അപ്പോൾ അപ്പനെ പശുക്കോ അസത്യ ജാൻതേ ഹുയേ ഭി ബഡേ ബഡേ മഹാരഥി अपने निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. ഇൻ പന്തിയോങ്ക ആശയ ക്യാ ഹെ? ഈ വരികളുടെ ആശയം എന്താണ്? ശ്രദ്ധിക്കെ. കൗരവ് പക്ഷമേയും കൈ മഹാരഥി थे. കൗരവ പക്ഷത്ത് അനേകം മഹാരഥികൾ, അതായത് ആയുധധാരികൾ ഉണ്ടായിരുന്നു. വേ ലോക് അധർമ്മക്കെ പക്ഷമേയും ലഡ് രഹേ थे. ഇവർ അധർമ്മത്തിന്റെ പക്ഷത്ത് യുദ്ധം ചെയ്യുകയാണ്, അവിടെ അനീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഉനേ മാലും ത ഉൻക മാർഗ് അധർമ്മഹെ. അവർക്കറിയാം അവരുടെ മാർഗം അധർമ്മമാണ്, അനീതിയാണ്. എങ്കിലും ഏക് നിരീഹ് നിഹത്യ ബാലക് പർ ആക്രമൺ കർണേമേയും ഉനെ തോടാഫി സങ്കോച നഹീം थे. ലേക്കിൻ ഏക് നിരീഹ് നിഹത്യ ബാലക് പർ आक्रमण करने में उन्हें थोड़ा भी संकोच नहीं थे. मतलब है कि न्याय को अन्याय से सामना कर रहे थे. वे न्याय को अन्याय से सामना कर रहे थे. महारथियों के पास बड़े बड़े शास्त्र थे. महारथियों के पास ബഡേ ബഡേ ശാസ്ത്രത്തെ. മഹാരഥികളുടെ ആയുധധാരിയുടെ കയ്യിൽ വലിയ വലിയ ആയുധങ്ങളുണ്ടായിരുന്നു. ലേക്കിൻ അഭിമന്യു നിഹത്യത്തെ. എന്നാൽ അഭിമന്യു നിഹത്യ, ആയുധമില്ലാത്തവനും ആയിരുന്നു. टूटा पहिया कविता का विश्लेषणात्मक प्रश्न. ശ്രദ്ധിക്കുക. टूटा पहिया कविता का अर्थ और प्रश्न. अपने पशु को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्य आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के आशय पर चर्चा करें. ഈ വരികളുടെ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. आंसर. ये पंक्तियां महाभारत के एक प्रसंग पर आधारित है. अभिमन्यु ने चक्रव्यूह में अकेले ही प्रवेश किया. अभिमन्यु चक्रव्यूहത്തിൽ ഒറ്റയ്ക്ക് പ്രവേശിച്ചു. कौरव सेना के महारथियों ने उसे घेर कर उसके सब ശാസ്ത്രാസ്ത്ര നഷ്ട कर डाले. കൗരവ സൈന്യത്തിന്റെ മഹാരഥികൾ, ആയുധധാരികള് ഉസേ ഖേർ അവനെ വളഞ്ഞ് ഉസ്കെ സബ് ശാസ്ത്രാസ്ത്ര, അവന്റെ എല്ലാ ആയുധങ്ങളും നഷ്ടക്കർ ഡാൽ, നഷ്ടപ്പെടുത്തി. അഭിമന്യുക്കെ ശത്രു പശുക്കെ ലോക് ജാൻതേക്ക് ന്യായ് അഭിമന്യുക്കെ പശ്ചിമേഹെ. അഭിമന്യുന്റെ ശത്രു പക്ഷത്തുള്ള ആളുകൾക്ക് അറിയാം ന്യായം അഭിമന്യുവിനാണ്, നീതി അഭിമന്യുവിനാണ്. फिर भी वे उसे कुचल देने के लिए, मार डालने के लिए तैयार हो गए. എന്നിട്ടും അവർ അവനെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അടുത്തത്. तब मैं रथ का टूटा हुआ पहिया उसके हाथों से ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है? ഈ വരികളിൽ ചർച്ച ചെയ്തിട്ടുള്ള പൗരാണിക സന്ദർഭം നിലവിലെ സാഹചര്യങ്ങളിൽ എത്രത്തോളം പ്രസക്തമാണ്? ആൻസർ. ജബ് സാരാ സൻസാർ किसी साहसी मनुष्य की आवाज को दबाने का प्रयास करेगा तब मैं रथ का टूटा पहिया उसके हाथों में रहकर शत्रुओं के ब्रह्मास्त्रों का सामना कर सकता हूँ. टूटा पहिया उपेक्षित मानव का प्रतीक है. आजकल समाज में असत्य और अन्याय का बोलबाला है. इन असत्यों और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई लघु मानव ही उसका सहारा बनेगा. यही इन पंक्तियों की प्रासंगिकता है. एक बार फिर ഒരിക്കൽ നോക്കിക്കോ. जब सारा संसार किसी साहसी मनुष्य की आवाज को दबाने का प्रयास करेगा तब. ഇപ്പോൾ ലോകം മുഴുവനും സാഹസിയായ ഒരു മനുഷ്യനെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ രഥ് കാ ടൂട്ടാ പഹിയ ഉസ്കെ ഹാത്തോമി രേക്കർ,
രഥത്തിന്റെ പൊട്ടിയ ചക്രം, അതായത് ഉപയോഗശൂന്യം വലിച്ചെറിയുന്ന ഒരു വസ്തു. ശത്രുവെങ്കിൽ ബ്രഹ്മാസ്ത്രവങ്ക സാമ്ന കസക്ത, ശത്രുക്കളെ നേരിടുവാനായിട്ട് നാം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ടൂട്ടാ പഹിയ ഉപേക്ഷിത മാനവക്ക പ്രതീക. ഈ ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം എന്ന് പറയുന്നത് ഉപേക്ഷിച്ച മനുഷ്യന് തുല്യമാണ്. ആജ്കൽ സമാജമേ അസത്യ और अन्याय का बोलबाला है. इन असत्यों और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई लघु मानव ही उसका सहारा बनेगा. यही इन पंक्तियों की प्रासंगिकता है. इतिहासों की सामूहिक गति सहसा चोटी पर जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. ഇൻ പന്ത്യം സെ കവി ക്യാ ബതാനാ ചാഹത്തെ ഹെ. ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ആൻസർ, കവി कहते हैं कि पहिया यदि टूटा है तो फिर उसे मत फेंको. കവി പറയുന്നത് ചക്രം പൊട്ടിയതാണെങ്കിലും അതിനെ വലിച്ചു കളയരുത്, ചക്രം പൊട്ടിയതാണെങ്കിലും അതിനെ ഉപേക്ഷിക്കരുത്. एक संसार एक दुरूह चक्रव्यूह है. बड़े बड़े महारथी असत्यों और अन्यायों की अशोगनी सेनाओं को खड़ा करेंगे. उन महारथियों के कारण इतिहास की गति सहसा चोटी पर जाती तो सच्चाई को टूटे पहिए का सहारा लेना पड़ेगा. इसलिए टूटे पहिए की उपेक्षा नहीं करनी चाहिए. अगला प्रश्न, कविता के प्रतीकों को चुनकर खंभे में लिखें. वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा? प्रतीक किसका प्रतिनिधित्व करता है? ഒന്നാമത്തെ കോളത്തിൽ പ്രതീക്, രണ്ടാമത്തെ കോളത്തിൽ ഓരോ പ്രതീകം കിസ്ക പ്രതിനിധിത്വ കർത്ത എന്തിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്നു? പ്രതീക് ടൂട്ടാ പഹിയ, അഭിമന്യു, ചക്രവ്യൂഹ്, മഹാരഥി, ബ്രഹ്മാസ്ത്ര. എന്തൊക്കെയാണ് പ്രതീകങ്ങൾ? ടൂട്ടാ പഹിയ, അഭിമന്യു, ചക്രവ്യൂഹ്, മഹാരഥി, ബ്രഹ്മാസ്ത്ര. കിസ്ക പ്രതിനിധിത്വ കർത്ത എന്തിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്നു? ലഘുമാനവ്, ഉച്ചമാനവ്, ആധുനിക സമസ്യായും, വിപക്ഷീതൾ, ശക്തിശാലി ഹഥിയാർ. ഇതിനൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ലഘുമാനവ്, ഉച്ചമാനവ്, ആധുനിക സമസ്യായും, വിപക്ഷീതൾ, ശക്തിശാലി ഹഥിയാർ.